നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. പൂവന്തുരുത്ത് ഇൻഡസ്ട്രിയൽ മേഖലയിൽ വെച്ച് നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് നേരെ അക്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ആരോഗ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നു. പിതാവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ പൂവന്തുരുത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വെച്ച് ഒരു ഇടവഴിയിൽ വെച്ച് പെൺകുട്ടിയെ കഴുത്തിന് പിടിച്ച് സ്കൂട്ടറിൽ നിന്ന് വലിച്ച് താഴെയിടുകയും ഈ പെൺകുട്ടിയെ അതിക്രമിക്കാൻ ശ്രമിക്കുകയും കൂടാതെ വലിച്ചിഴച്ച് ഇടവഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പിതാവ് ഇതേ ചെറുത്തു നിൽക്കാൻ ഒരുപാട് ശ്രമിച്ചു. അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്നാണ് പെൺകുട്ടിയെ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിച്ചത്. ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസിന് കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു. ദിനംപ്രതി പെരുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇവർ വളരെയധികം അതിക്രമങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. എന്തിനും ഏതിനും നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിൽ ഇത് പലപ്പോഴും ഇവർ മുതലെടുത്ത് ജനങ്ങളുടെ ജീവന് തന്നെ, നമ്മുടെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കഞ്ചാവിനും അതുപോലെ തന്നെ മറ്റ് മദ്യത്തിനും ലഹരികൾക്കും ഒക്കെ അടിമയായിട്ടാണ് ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടത്തുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ രക്ഷയില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനധികൃതമായിട്ടും ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്കും കടന്നു കയറുന്നുണ്ട്. മാത്രമല്ല സ്വന്തം നാട്ടിൽ വലിയ കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നാടുകളിലേക്ക് ഇവർ എത്തിച്ചേരുന്നത്. ഇവർ വളരെ അക്രമകാരികളും മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നവരും ഒക്കെയാണ്. പ്രത്യേകിച്ച് ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ മൃഗങ്ങളെ പോലും വെറുതെ വിടാത്ത സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എത്രയും വേഗം ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഇത്തരം പ്രവർത്തികൾക്ക് ഒരു കടിഞ്ഞാനിട്ടില്ലെങ്കിൽ ഇനിയും വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് നാം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടും കേട്ടുമറിഞ്ഞ ജിഷ കൊലക്കേസ് മുതൽ നമ്മുടെ ആലുവയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ ഇനിയും ഒരു തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതിലും വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരും. ഇനിയെങ്കിലും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നമ്മുടെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിന്നും ടീം ജാഗ്രത.